മന്ത്രിസഭ വരുന്നതിന് മുമ്പ് സ്ഥലം മാറ്റിയെന്നാരോപിച്ച് കാട്ടാക്കടയിലെ ജില്ലാ ട്രഷറി ഓഫീസറെ NGO യൂണിയൻ തടഞ്ഞുവെച്ചു. 3 വർഷം വരെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാമെന്നിരിക്കെ ഈ മാനദണ്ഡങ്ങൾ അവഗണിച്ചാണ് ജീവനക്കാരെ സ്ഥലം മാറ്റിയിരിക്കുന്നതെന്ന് ആരോപിച്ചാണ് സമരക്കാർ തടഞ്ഞുവെച്ചത്. അതേസമയം ചട്ടവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ജില്ലാ ട്രഷറി ഓഫീസർ സജു PL പറയുന്നത്. സ്റ്റേഷനിൽ 3 വർഷത്തിൽ കൂടുതലുള്ള ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റുന്നത്. പിന്നെ ഈ ഉദ്യോഗസ്ഥർ 1-2 പേർക്ക് പബ്ലിക്കിന്റെ പരാതിയൊക്കെ ഉള്ളവരാണ്. തികച്ചും നിയമപരമായിട്ടാണ് മാറ്റിയിട്ടുള്ളത്. നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല. സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നതെന്നാണ് NGO യൂണിയൻ വ്യക്തമാക്കിയത്. ഇപ്പോൾ നടന്നിരിക്കുന്നത് ശരിയായ രീതിയിലുള്ള സ്ഥലം മാറ്റമല്ല, സ്ഥലം മാറ്റത്തിന്റെ മാനദണ്ഡങ്ങൾ നടപ്പാക്കിയിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ ഭാഗമായി വനിതാ ജീവനക്കാരെ അടക്കം വിദൂര സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഇതിൽ 1-2 ദിവസം നമ്മൾ പുള്ളിയോട് വന്ന് ആ വ്യക്തിയോട് വന്ന് ഈ കാര്യങ്ങളെല്ലാം റെപ്രസെൻറ്റേറ്റ് ചെയ്തു. ഇവിടുത്തെ ട്രഷറി ഓഫീസർ വളരെ വ്യക്തിപരമായ രീതിയിൽ ഈ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജീവനക്കാരെ വീണ്ടും വൈരനിരാധന ബുദ്ധിയോടുകൂടി OAമാരെ അടക്കം സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മളിന്ന് ഈ ബഹുമാനപ്പെട്ട അവിടുത്തെ ഓഫീസറെ കാണാൻ വേണ്ടി വന്നത്. ആ ഓഫീസർ തികച്ചും വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. മണിയിപ്പോൾ 6:45. സർക്കാർ ഓഫീസിൻ്റെ പ്രവൃത്തി സമയം എന്ന് പറയുന്നത് 5 മണിയാണ്. നമ്മൾ ഈ കാട്ടാക്കട റൂറൽ ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ സ്വീകരിച്ചിട്ടുള്ള തികച്ചും തെറ്റായ നിയമവിരുദ്ധമായ നടപടിക്കെതിരായി അദ്ദേഹത്തെ കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഉച്ച മുതൽ ഏതാണ്ട് 10-200ഓളം വരുന്ന ജീവനക്കാർ ഇവിടെ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം ഇവിടേക്ക് വരാൻ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് ഞങ്ങളിവിടെ കാത്തു നിൽക്കുകയും കുറേയേറെ ജീവനക്കാർ പിരിഞ്ഞു പോവുകയും ചെയ്തതിനു ശേഷം ഏതാണ്ട് 4:50 കഴിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം 5 മണി കഴിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം ഈ ഓഫീസിലേക്ക് വരാൻ തയ്യാറായത്. അദ്ദേഹത്തെ നിരന്തരം ഫോണിൽ വിളിച്ച് ഞങ്ങളിവിടെ കാത്തു നിൽക്കുകയാണ്, നിങ്ങൾ ഈ കാര്യങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ ഇപ്പോൾ ഉടൻ എത്തിച്ചേരുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കാത്തു നിൽക്കുകയും ഏതാണ്ട് 5:30 മണിയായപ്പോൾ ആയതിനു ശേഷമാണ് അദ്ദേഹം ഈ ഓഫീസിലേക്ക് വരാൻ കൂട്ടാക്കുകയും ചെയ്തത്. 5:30 മണിക്ക് ശേഷം ഓഫീസിലേക്ക് വന്നപ്പോൾ ഈ കാര്യങ്ങൾ 2 ഉത്തരവുകളാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഇറക്കിയത്. ഒന്ന്, ക്ലർക്കുമാരുടെ സ്ഥലം മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയപ്പോൾ സ്വാഭാവികമായും 3 വർഷം സർവീസ് ഒരു സ്റ്റേഷനിൽ പൂർത്തിയാക്കിയ ജീവനക്കാരെയാണ് മറ്റൊരു സ്റ്റേഷനിലേക്ക് മാറ്റേണ്ടത്. അല്ലെങ്കിൽ ആ ജീവനക്കാരനെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടിക്ക് വിധേയമാകുന്ന തരത്തിലുള്ള കുറ്റം ഏതെങ്കിലും ചൂണ്ടിക്കാണിക്കപ്പെടണം. ഇത്തരത്തിൽ 2 കാര്യങ്ങളിലും യാതൊരു തരത്തിലും യോജിച്ചു പോകാത്ത ഏതാണ്ട് 5 വർഷക്കാലത്തോളം അട്ടപ്പാടിക്കടുത്ത് ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരൻ ഈ ജില്ലാ ട്രഷറി ഓഫീസിലേക്ക് സ്ഥലം മാറി വന്ന് 2 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് അയാളെ പാറശാലയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കേരള NGO യൂണിയന്റെ ജില്ലാ കമ്മിറ്റി അംഗം ആണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് നിയമവിരുദ്ധമായി അദ്ദേഹത്തെ സ്ഥലം മാറ്റാൻ ഈ ട്രഷറി ഓഫീസർ തയ്യാറായിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ജീവനക്കാരി, ആ ജീവനക്കാരിയെ സംബന്ധിച്ചിടത്തോളം അവർ NGO യൂണിയന്റെ മെമ്പറായി പ്രവർത്തിച്ചു, NGO യൂണിയന്റെ പ്രവർത്തനത്തിൽ പങ്കെടുത്തു എന്ന കാരണം പറഞ്ഞുകൊണ്ട് 2 വർഷം പൂർത്തിയാകാത്ത ഈ സ്റ്റേഷനിൽ 2 വർഷം പൂർത്തിയാകാത്ത ഒരു ജീവനക്കാരിയെ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. തികച്ചും നിയമവിരുദ്ധമായിട്ടുള്ള ആ ട്രാൻസ്ഫർ ശരിയല്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നേരത്തെ സംഘടനാ പ്രവർത്തകർ അദ്ദേഹത്തെ സമീപിക്കുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ പറഞ്ഞ നിയമവിരുദ്ധമായ ഉത്തരവ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് സംഘടനാ പ്രവർത്തകർ പുറത്തിറങ്ങിയപ്പോൾ ഈ ജില്ലയിലെ വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന 9 ഓഫീസ് അറ്റൻഡന്റുമാരുടെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒന്നുകിൽ അവരുടെ റിക്വസ്റ്റ് മുഖാന്തരമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതി അവർക്കെതിരായി ഉയർന്നു വരണം. ഈ 2 കാര്യങ്ങളുമില്ലാതെ തുച്ഛ വരുമാനക്കാരായിട്ടുള്ള ഓഫീസ് അറ്റൻഡന്റുമാരെ, അതിൽ 8 ആളുകൾ NGO യൂണിയന്റെ മെമ്പർമാരാണ്, പ്രവർത്തകരാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ 8 ആളുകളെ ട്രാൻസ്ഫർ ചെയ്യാൻ ഇയാൾ തയ്യാറായിരിക്കും.
സഹകരിക്കില്ല. ഓർഡർ പിൻവലിക്കട്ടെ. ഓർഡർ ജീവനക്കാർ തുടരെ നിങ്ങൾക്ക് സമയം പ്രതിഷേധത്തിനൊടുവിൽ DTIയെ പോലീസ് സംരക്ഷണത്തോടെ പുറത്തിറക്കുകയായിരുന്നു.